അപ്പോൾ ഞാൻ പറയട്ടെ, ക്രൂയിസ് കൺട്രോൾ ഇട്ടൊക്കെയാണ്. ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ലൈൻ ചേഞ്ച് അസിസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ലൈൻ കീപ്പ് അസിസ്റ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. സ്റ്റിൽ നോട്ട് റെക്കമെൻഡഡ്. നമ്മൾ സ്റ്റിയറിങ് കൈ പിടിച്ചതന്നെ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത്, വണ്ടിയും പറയുന്നുണ്ടായിരുന്നു പിടിച്ചോ കൈ. ഇത് കിയ സോണറ്റാണ്. കിയ സോണറ്റിൻ്റെ 2024 ഫേസ് ലിഫ്റ്റ്. വെറുതെ ഒന്ന് മുഖമുൻകേക്കല്ല, പകരം കുറച്ചധികം മാറ്റങ്ങളുണ്ട്. മാത്രമല്ല കുറേ അധികം വേരിയൻസും ഉണ്ട്. ഇപ്പോൾ ഡീസൽ മാനുവൽ ഇല്ലാതിരുന്നൊരു വണ്ടിയാണ് കിയ സോണറ്റ്. അവർ IMT ആക്കി മാത്രം നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കിയ ഇന്ത്യക്ക് വീണ്ടും ആ ഒരു ബോധം ഉദിച്ചു, മാനുവൽ വേണമെന്ന് തോന്നി. ഇപ്പോൾ ഡീസലിന് മാനുവൽ കൂടിയുണ്ട്. ഇത് എക്സ്ലൈൻ ആണ്, ടോപ്പ് ഓഫ് ദ ട്രിം എന്ന് പറയാം. അപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു വ്യത്യാസങ്ങളും അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഈ വണ്ടിക്കുണ്ട്. മാത്രമല്ല 3 തരത്തിലുള്ള വീലുകളും പലവിധമായ ഓപ്ഷൻസുമുള്ള ഈ ഒരു വണ്ടിയുടെ എല്ലാവിധ ചേഞ്ചസും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വണ്ടി പ്രാന്തിൻ്റെ പുതിയ വീട്ടിലുള്ള സ്വാഗതം. നമുക്കിന്ന് കിയ സോണറ്റിൻ്റെ 2024 മോഡലിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഇതിലെന്താണ് പ്രധാനമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പവർ ട്രെയിൻ്റെ ഒരു പോയിന്റ് എടുത്ത് പറയുകയാണെങ്കിൽ യൂറിയ വന്നു എന്നുള്ളതാണ്. ആഡ് ബ്ലൂ ലളിതമായിട്ട് പറഞ്ഞാൽ. ശരിക്കും 1.5-ന് ആഡ് ബ്ലൂവിൻ്റെ ആ ഒരു സഹായമില്ലാതെയായിരുന്നു കമ്പനികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 1.5-ലും അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂസ് കുറയുമെന്നുള്ള കാര്യമുണ്ട്. പക്ഷേ ശരിക്കും DFൻ്റെ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതായത് ആ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പെട്ടെന്നൊന്നും കുറയില്ല. അതിനുവേണ്ടി നമ്മൾ ലോങ് ഡ്രൈവ് ഓടിക്കുക അല്ലെങ്കിൽ ആ ഒരു സ്പീഡിലെടുത്ത് ഓടിക്കുക വേണം. അത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. ഇത് വന്നുകൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു കാര്യമൊന്നും കുറയുന്നില്ല. എന്നാലും DF വന്നു എന്ന് പറയുമ്പോൾ പൊല്യൂട്ടഡ് അല്ലാത്തൊരു വണ്ടിയായിട്ട് മാറ്റാനായിട്ട് കിയയ്ക്ക് സോണറ്റിനെ കഴിഞ്ഞു എന്നുള്ള കാര്യമുണ്ട്. ശരിക്കും എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി എന്ന നിലയ്ക്കാണ്. അതുമാത്രമല്ല അഡാസ് ലെവൽ 1 ഉണ്ട് ഈ വണ്ടിക്ക്. എന്ന് വെച്ചാൽ ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, ലൈൻ ചേഞ്ച് അസിസ്റ്റ്, ആ ഒരു ലൈൻ കീപ്പ് അസിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും ഇൻഡിക്കേറ്റർ ഇടുമ്പോഴേ ആ ഒരു മിററിനകത്ത് വരുന്ന ആ ഒരു ക്യാമറ നമ്മളത് അൽക്കസാറിലും അതുപോലുള്ള വണ്ടികൾ കണ്ടു. മാത്രമല്ല സെൽട്ടോസിനകത്ത് കണ്ടു. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ശരിക്കും വണ്ടിയുടെ ആ ഒരു പവർ ടോർക്ക് ഫിഗറുകളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഡീസൽ എന്ന് പറയുമ്പോൾ ഹൂട്ട് ടു ഡ്രൈവാണ്. കാലം കൊടുത്ത വണ്ടി കയറി അങ്ങ് പോവും, പാഞ്ഞ് കയറി അങ്ങ് പോവും. അതായത് സ്പീഡൊന്നും എത്തുന്ന അറിയില്ല. ശരിക്കും ഫാസ്റ്റായിട്ടുള്ള ഒരു ഡീസൽ കോമ്പാക്ട് SUV എന്ന് തന്നെയാണ് സോണറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതുപോലെ ആൾക്കാരെ നോക്കണം, അല്ലെങ്കിൽ ഇടികൊണ്ട് ഉണ്ടാവും. നമ്മൾ വണ്ടി ഓടിക്കുന്നത് വേറെ നാട്ടിലല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ നിന്ന് കൈയെടുത്താലേ വണ്ടി പോകുന്ന സ്പീഡ് കണ്ടോ, ആ ഒരു സ്പീഡിൽ, ലീഗൽ സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് ലൈൻ കീപ്പ് അസിസ്റ്റിൽ. സ്റ്റിൽ ദ പ്രോബ്ലം ഈസ് നമ്മുടെ ആ ഒരു കൈ വെക്കണം എന്നുള്ള ഒരു മെസ്സേജ് അവിടെ വരും. ഇപ്പോൾ ടെസ്ലയുടെ ഓട്ടോ പൈലറ്റിന് വരാതുണ്ട്. പിന്നെ പൊല്യൂഷനിലും അതിലും വന്ന കുറവിന് വിഭിന്നമായിട്ട് കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എക്സ്ലൈനാണ്. എക്സ്ലൈനിൽ ആ ഒരു 16 ഇഞ്ച് വീലാണ്. അതുപോലെ 16 വീലും 15 വീലും അങ്ങനെ വീലുകളുടെ ഓപ്ഷൻസ് ഉണ്ട്, വീൽ ഡിസൈൻസിൻ്റെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞ പോലെ. മാത്രമല്ല ഈ ഒരു പാനൽ ഫുൾ വണ്ടികൾക്കും എല്ലാ വേർഷനും വന്നു എന്നുള്ള കാര്യമുണ്ട്. സ്റ്റിയറിംഗ് ചങ്കിയാണ്, ചെറിയ സ്റ്റിയറിംഗ് ആണ്, പിടിക്കാൻ നല്ല രസമാണ് ഹോൾഡ് ചെയ്യാനൊക്കെ. പാഡ് ഷിഫ്റ്റ് ഉണ്ട്, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വൈവിധ്യങ്ങളുള്ളൊരു വണ്ടിയാണല്ലോ കിയ സോണറ്റ്. എന്ന് വെച്ചാൽ ടോർക്ക് കൺവേർട്ടർ, IMT, മാനുവൽ ഡീസൽ ഉണ്ടായില്ല കേട്ടോ. കിയയുടെ ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു ഡീസലിൻ്റെ ആ ഒരു മാനുവൽ എടുത്ത് കളയാന്നുള്ളത്. പിന്നീട് കിയയ്ക്ക് മനസ്സിലായി, ഓക്കെ മാനുവൽ ഇല്ലെങ്കിൽ ശരിയാവില്ല, ഡീസലിൽ മാനുവൽ വേണം. ആ ഒരു തീരുമാനം പിന്നീട് 2023 അപ്ഡേറ്റിൽ മാനുവലായിട്ട് വന്നു. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷൻ കൂടി അധികമായിട്ട് കിട്ടിയെന്നുള്ളതാണ്. പെട്രോളിലാണെങ്കിൽ DCT ഉണ്ട്, IMT ഉണ്ട്. ഓക്കെ, എല്ലാ മോഡലുകളുടെ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു വണ്ടിയാണ് കിയ സോണറ്റ് എന്നുള്ളത്. ഇപ്പോൾ കോമ്പാക്ട് SUVകളിൽ മികച്ച വണ്ടി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ലിസ്റ്റുകളൊന്ന് സോണറ്റാണ്. അതിന് കാരണം ആ ഒരു ടോർക്ക് കൺവേർട്ടറും ആ ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു രസമുള്ള ആ ഒരു സ്വഭാവമാണ് ഓടിക്കാനുള്ളത്. അത് കാര്യമായിട്ട് തന്നെ പറയണം. കിയ സോണറ്റിനകത്ത് പറയത്തക്ക മാറ്റങ്ങൾ എന്ന് പറയുന്നത് സീറ്റ് അപ്പോൾസ്റ്ററിയുടെ കളർ തീമുകൾ വിവിധ വേരിയൻറ്റുകൾക്ക് വ്യത്യാസമുള്ളതാണ്. വൈറ്റ്, ബീജ്, ബ്രൗൺ, അങ്ങനെ പല കളറുകളിൽ ഈ ഒരു കിയ സോണറ്റിൻ്റെ വിവിധ വേരിയൻറ്റുകളുണ്ട്. ഇപ്പോൾ വേരിയൻറ്റുകൾ പറയാൻ പോയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വലിയ വീഡിയോ ചെയ്യാനുള്ള ആ ഒരു കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവും. AC പാനൽ പുതിയതാണ്. എന്ന് വെച്ചാൽ ഇതിന് നല്ല മാറ്റങ്ങളുണ്ട്. ഈ AC പാനൽ ഒറ്റോട്ടത്തിൽ തോന്നുന്നു നമുക്ക് പഴയത് തന്നെയാണെന്ന്, പക്ഷേ ഇതിൽ കാര്യമായിട്ട് മാറ്റങ്ങളുണ്ട്. ബട്ടൺസിൻ്റെ ആ ഒരു ലേഔട്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ മാറ്റങ്ങൾ പറയാനുള്ളത് ഈ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ ഈ ഒരു പൊസിഷനിങ് ആണ്. ഇതും ആ ഒരു പീസിലെ ആ ഒരു വ്യത്യാസത്തിൽ പെടുന്ന കാര്യമാണ്. ഇവിടെ ചെറിയ ചെറിയ പാറ്റേൺസ് ഒക്കെ നമ്മൾ സോണറ്റിൽ കണ്ടതാണ്. അതൊന്നും പുതിയ കാര്യമായിട്ട് പറയാനില്ല. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സൺറൂഫ് ഗോലോ എന്ന് പറഞ്ഞാൽ തുറക്കുമെന്നാണ് പറയുന്നത്. നോട്ടെ, സൺറൂഫ് ഗോലോ
ഓപ്പൺ സൺറൂഫ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മംഗ്ലീഷ് എന്നുള്ള ആ ഒരു വോയിസ് കമാൻഡ്സ് പോലുള്ള കാര്യങ്ങൾ സോണറ്റിലുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള ഭാഷകൾ കൂടി ആടാവുമെന്നും പറയുന്നുണ്ട്. ഈ മീറ്റർ ക്ലസ്റ്ററിന് 3 മോഡുകളിൽ 3 കളർ തീമാണ്. അപ്പോൾ ഷിഫ്റ്റ് ടു പി എന്ന് പറയുന്നത് ഞാൻ ഷിഫ്റ്റ് ചെയ്യാതെ പിയിലല്ല ഓഫാക്കിയെന്നുള്ള ഷിഫ്റ്റ് ചെയ്തേക്കാം. ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഒരു ചെറിയ ഒരു കാര്യം കാണിക്കാണ്ട് ആ നീഡിലുകളെ ശരിക്കും ഒന്ന് സ്വൈപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റൗണ്ട് ചെയ്തു തിരിച്ചു വന്നു. അവിടെ യൂറിയ ലെവൽ എന്നുള്ള കാര്യം കാണാം. അതിപ്പോൾ ഈ ഒരു ആഡ്ലൂൻ്റെ ആണ്. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കാണുന്ന മാറ്റങ്ങളെക്കാൾ ഉപരി ആ ഒരു ലൈൻ ചേഞ്ച് അസിസ്റ്റും അതുപോലെ ലൈൻ ഡിപ്പാച്ചർ വാണിങ്ങും ഫോർവേഡ് കൊളീഷൻ വാണിങ്ങും പോലുള്ള ആ ഒരു അഡാസ് ഫങ്ഷണാലിറ്റീസാണ്. ഈ ഒരു പാനലുണ്ടല്ലോ, ഇതിപ്പോൾ ബേസ് മോഡലിനും ഫുള്ളായിട്ടൊരു പാനലായിട്ട് തന്നെ ഉണ്ടെന്നാണ് കിയ പറയുന്നത്. നമ്മൾ ആ ഒരു ബേസ് മോഡൽ കണ്ടിട്ടില്ല, ആ ഒരു പ്രസൻറ്റേഷനിൽ കണ്ട കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല 3 മോഡുകൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് മോഡുകൾ, സ്പോർട്ട്, നോർമൽ, ഈക്കോ എന്നുള്ള മോഡുകൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രാക്ഷൻ മോഡുകൾ, സ്നോ, മഡ്, സാൻഡ് മോഡുകൾ കണ്ടിട്ടുണ്ട്. ഈ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ലിവറിലും ബാക്കിയെല്ലാം ഇലക്ട്രിക്കുമായിരുന്ന കാര്യമുണ്ട്. ഇപ്പോൾ മുന്നോട്ടും ആ ഒരു പിന്നോട്ടും ആകുന്നതും റിക്ലൈൻ ചെയ്യുന്നതും ഒക്കെ ശരിക്കും ഇലക്ട്രിക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ വണ്ടികളെ, വ്യത്യസ്തമായ പ്രൈസ് പോയിന്റിലുള്ള വണ്ടികളെ മാറ്റി നിർത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്. അല്ലെങ്കിൽ ഹൈറ്റ് കൂടി ഒരു സ്വിച്ച് വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ടെക്നിക്കലി സീറ്റ് ബെൽറ്റിന് ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോഴും വന്നിട്ടില്ല. ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. സ്പോർട്ടി പെഡൽസാണ്. അപ്പോൾ സീറ്റിൻ്റെ ആ ഒരു ചെറിയ സ്കൂപ്പിംഗ് ഒന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒരു സ്പേസിൽ. എനിക്ക് തോന്നുന്നു കിയ സെൽറ്റോസിൻ്റെ ആ ഒരു ചെറിയ ആ ഒരു കാര്യമായിട്ട് കാണുന്ന സോണറ്റുമായിട്ടുള്ള കമ്പാരിസണിൽ വരുന്ന ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോണറ്റിനകത്ത് സ്പേസ് കുറവാണ്. ടെക്നിക്കലി നമ്മളിരിക്കുമ്പോൾ ആ ഒരു സ്പേസ് ഒരു ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ട് തോന്നാറുണ്ട്. അത് സീറ്റിൻ്റെ ഒരു കാര്യത്തിലായിരുന്നു എനിക്ക് തോന്നുന്നു കിയ മാറ്റം വരുത്തേണ്ടിയിരുന്നെന്ന് തോന്നി. ഒരു ചെറിയ സ്കൂപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രണ്ട് സീറ്റും ബാക്കിലെ തൈ സപ്പോർട്ട് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ സ്പേസ് എന്ന് പറയുന്നത് അത്ര വലിയ സ്പേസ് അല്ല. 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് സോണറ്റ്. കുറച്ചുകൂടി അധികം ആളുകളുണ്ടെങ്കിൽ കുറച്ചുകൂടി വിശാലമായിട്ടിരിക്കണമെങ്കിൽ സെൽറ്റോസ് വാങ്ങുന്നതിനാണ് ഉചിതമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നിലേക്ക് പോകുമ്പോൾ 1-2 കാര്യങ്ങൾ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ട കാര്യമുണ്ട്. തൈ സപ്പോർട്ട് കൂട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് യഥേഷ്ടം തൈ സപ്പോർട്ടൊന്നുമില്ല, ഓക്കെ, ഇരിക്കാൻ വലിയ കുഴപ്പമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ സീറ്റിൻ്റെ സ്കൂപ്പിംഗ് കൊണ്ട് ലെഗ് സ്പേസ് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഹെഡ് റൂം ഓൾറെഡി അത് അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ 3 സീറ്റ് ബെൽറ്റുകൾ വന്നു എന്നുള്ളത് വലിയ കാര്യമായിട്ട് കാണാം. അതായത് ലാബ് ബെൽറ്റ് അല്ല, ഈ 3ാമത്തെ ബെൽറ്റും ശരിക്കും പ്രോപ്പർ സീറ്റ് ബെൽറ്റാണ്, വിച്ച് ഈസ് ഗുഡ്. ഇപ്പോൾ 4 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, 5ാമത് ഒരാളുണ്ടെങ്കിൽ ഇടുങ്ങിയിരിക്കുകയാണെങ്കിലും പുള്ളി സേഫ്റ്റി ആയിട്ട് ഇരുന്നോളൂ എന്നുള്ള കാര്യമുണ്ട്. പിന്നെ ചൈൽഡ് സീറ്റ് ടെതറുകൾ പോലുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എല്ലാ സീറ്റിലുണ്ട്. പക്ഷേ അൺലൈക്ക് മാരുതി ഓർ അതർ ബ്രാൻഡ്സ് ഇവിടെ ഇരുന്നാൽ തന്നെയാണ് ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ട്രിഗർ അടിക്കുള്ളൂ. നമ്മൾ വെറുതെ വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് ക്ലിക്ക് ചെയ്തേണ്ട കാര്യമില്ല. ഇവിടെ സൺബൈൻഡും ഉണ്ട്. അതും സോണറ്റിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ശരിക്കും ഇരിക്കാനൊക്കെ കൊള്ളാം. ബാക്കിൽ AC പോലുള്ള കാര്യങ്ങളുണ്ട്. ആ ഒരു പവർ പോയിന്റുകൾ, സീ പോർട്ടുകളുണ്ട്. സ്മാർട്ട് പ്യുവർ എയർ വൈറസ് പ്രൊട്ടക്ഷൻ എന്ന ഒരു എയർ പ്യൂരിഫയർ ഉണ്ട്. സൺറൂഫ് ഉണ്ട്. ബാക്കിൽ മുമ്പിൽ ലൈറ്റുകളുണ്ട്. ബ്ലാക്കാണ് ഹെഡ്ലൈനർ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ശരിക്കും നല്ല രസമുള്ള സീറ്റിംഗ് അപ്പോസിറ്റാണ്. ഫ്രണ്ടിൽ വെന്റിലേറ്റർ സീറ്റ് ഉണ്ട്. അപ്പോൾ സവിശേഷതകളുടെ ഒരു കാര്യം പറഞ്ഞാൽ ഒരുപാട് സവിശേഷതകളുള്ള ഒരു വണ്ടി തന്നെയാണ് സോണറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ, ഫേസ് ലിഫ്റ്റിൻ്റെ കൂടെ വരുത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു കംഫർട്ട് ലെവലിലും ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഗുണമായിട്ട് തന്നെ ഭാവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. തീർത്തും രസകരമായി ഓടിക്കാവുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലോ സോണറ്റ്. അതിൻ്റെ കൂടെ 4 പേർക്ക് സുഖകരമായിട്ടിരിക്കാവുന്നൊരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ചില വീഡിയോയ്ക്ക് താഴെ സോക്കോൾഡ് ഉപദേശികളുടെ ഒരു കമൻറ്റിൻ്റെ പ്രഹരം ഉണ്ടായിരിക്കും. എന്താ പറയുക, വണ്ടിയുടെ ആ ഒരു രൂപത്തെക്കുറിച്ച് എന്തിനാണ് പറയുന്നത്, അത് നമുക്ക് കണ്ടറിയില്ല എന്നുള്ളത്. പക്ഷേ ഒരു ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ അതിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതല്ലാണ്ട് എന്താണ് വണ്ടിയെക്കുറിച്ച് പറയുക, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ കിയ സോണറ്റിൻ്റെ എക്സ്ലൈൻ്റെ അല്ലെങ്കിൽ ഈ ഒരു 2024 ഫേസ് ലിഫ്റ്റിലേക്ക് വന്നാൽ മുന്നിലെ മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെക്സഗോണിലാണെന്ന് കാണാം. ഈ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈൻ കണ്ടോ, ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് തീർത്തും ഭംഗിയുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ ചെറിയൊരു ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ട് ആ ഒരു പിയാനോ ബ്ലാക്ക് അല്ലെങ്കിൽ ആ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഫിന്നുകളൊക്കെ തീർത്തും മനോഹരമാണെന്ന് കാണാം. താഴെ കൊടുത്ത ഒരു ചെറിയ ഒരു ഗ്യാപ്പും ഉള്ള ആ ഒരു എയർ ഡാമും ഈ ഒരു വലിയ പീസും അതിൻ്റെ മുകളിലുള്ള ലൈനുകളും എല്ലാം തന്നെ ഒരു ഇത്തിരി കാലികമാണെന്നുള്ളതാണ്. ഹെക്സഗോണിൽ തീരുന്നില്ല. താഴെ നോക്കിയേ, ഈ ഒരു ഭാഗത്ത് ബമ്പറിൻ്റെ മുകളിലും കൊടുത്തുള്ള ഒരു ഡിസൈനും ഹെക്സഗോണൽ പാറ്റേൺ തന്നെയാണ് കണ്ടോ. ഇനി 2 വിധത്തിലാണ് ഫോഗ് ലാമ്പ് ഡിസൈൻ. അതായത് സാധാരണ നമ്മൾ കണ്ട ആ ഒരു ഫോഗ് ലാമ്പും ഈ ഒരു നീളത്തിലുള്ള ഫോഗ് ലാമ്പ് ഡിസൈനും. മുൻ പിൻ പാർക്കിംഗ് സെൻസറുകളുണ്ട്. കൂടാതെ ലൈറ്റ്, ഈ ഒരു 3 പോഡ് LED ഹെഡ് ലാംപ്സ് ഉണ്ട്. 3 തരത്തിലുള്ള LED ഹെഡ് ലാംപ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള ഹെഡ് ലാംപ്സ് ഉണ്ട്. ഹാലോജൻ, LED, അങ്ങനെയുള്ള 3 വിധത്തിലുള്ള 3 വേരിയൻ്റുകളുടെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുന്നത്. ഇനി ഇവിടെ കണ്ട ഈ ഒരു ഷേപ്പ് കണ്ടോ, ഈ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇത്തിരി മഹീന്ദ്ര ആ ഒരു XV300 ഹെഡ്ലൈറ്റിനോട് സാമ്യം തോന്നിച്ചോ? എനിക്കങ്ങനെ തോന്നിയില്ല, പക്ഷെ ആരോ പറയുന്നത് കേട്ടായിരുന്നു. ഇനി ഈ ഒരു ലൈൻ ഇങ്ങനെ കൂടിച്ചേർന്ന് ഈ ഒരു ലൈറ്റിലേക്ക് കയറി നിൽക്കുന്ന ഭാഗത്തുള്ള ഈ ഒരു കണക്ഷനൊക്കെ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ബിൽഡ് ക്വാളിറ്റി എന്താണ്?
ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ബോഡി വെയിറ്റ് ആണോ? എനിക്ക് അങ്ങനെയല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാനൽ ഗ്യാപ്പുകൾ, വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ്, അതാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാണാം. അങ്ങനെ പറയുമ്പോൾ കിയ സോണറ്റ് അത്യാവശ്യം നന്നായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കാറാണ് എന്നുള്ളതാണ്. കിയ സോണറ്റിന് 360 ക്യാമറയുണ്ട്. തന്നെയുമല്ല ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറയുണ്ട് മീറ്ററിനകത്ത്. ഇത് റഡാർ ബേസ്ഡ് അഡാസ് അല്ല, പകരം ക്യാമറ ബേസ്ഡ് അഡാസാണ്. അഡാസ് ലെവൽ 1. ശരിക്കും കാലികമായ ആ ഒരു വണ്ടിക്ക് കാലികമായ ഫീച്ചേഴ്സ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അഡാസൊക്കെ ഇപ്പോൾ തീർത്തും ഹോട്ട് ടോപ്പിക്കാണ്. ഈ വണ്ടി റൈഡ് ക്വാളിറ്റി നല്ലതാണ്, കൂടാതെ ഡ്രൈവ് ചെയ്യാൻ നല്ല ഫണ്ട് നമുക്കറിയാം. പക്ഷേ ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ കാറിന് കുറച്ചുകൂടി ആ ഒരു ഹൈടെക് ആക്കും എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ സോണറ്റ് ഒത്തിരി ഹൈടെക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോണറ്റ് ഹൈടെക് ആയി എന്ന് പറയുമ്പോൾ കിയ കണക്ട് ആപ്പിനെ കുറിച്ച് പറയണം. നമുക്ക് സോണറ്റിനെ ഒരു CCTV ആയി യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിങ്ങൾ വേറെ എവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് ആ ഒരു 360 ക്യാമറകൾ വെച്ചിട്ട് ഈ വണ്ടിക്ക് ചുറ്റും നടക്കുന്നത് എന്ത് എന്നറിയാനുള്ള ഒരു ഓപ്ഷൻ കിയ കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ലോക്ക് അൺലോക്ക് ആ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു കിയയുടെ കണക്ട് ആപ്പിലുണ്ട്. മാത്രമല്ല ജിയോ ലൊക്കേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. ശരിക്കും ഹൈടെക് ആയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ ആയിട്ട് ഒരു വിർച്വൽ ഓണേഴ്സ് മാനുവൽ പോലെ നമുക്ക് എന്താണ് ആ ഒരു ബട്ടൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നടക്കുന്ന ഫംഗ്ഷൻ എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു കാര്യം കൂടി ഈ ഒരു ആപ്പിൽ കണ്ടു. നല്ലതാണത്. കിയ സോണറ്റിൻ്റെ വശങ്ങളിൽ ശരിക്കും നമുക്ക് കാണാൻ കഴിയുക വീൽ ഡിസൈനിലെ ചേഞ്ചാണ്. 16 ഇഞ്ച് 15 ഇഞ്ച് വീലുകളിലാണ് ശരിക്കും കിയ സോണറ്റ് വരുന്നത്. ഇത് എക്സ്ലൈൻ ആണ്. എക്സ്ലൈനിൻ്റെ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇത് 16 ഇഞ്ച് അലോയ് വീലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 4 വീലുകളിൽ ഡിസ്ക് ബ്രേക്ക് കിട്ടി എന്നുള്ളത് കൂടി നമ്മൾ ഊന്നി പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കിയ സെൽറ്റോസിൻ്റെ ആ ഒരു പോലെ തന്നെ സോണറ്റിനും 4 വീലിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ടയറൊക്കെ അത്യാവശ്യം നല്ല വൃത്തി ടയറാണ്. 215 പ്രൊഫൈലാണ്. അപ്പോൾ 16 ഇഞ്ചിൽ 215 പ്രൊഫൈൽ ടയർ അത്യാവശ്യം നല്ല പ്ലഷർ ആയിട്ടൊക്കെ തരുന്നുണ്ട്. വശങ്ങളിൽ കാര്യമായിട്ടൊന്നും എടുത്തു പറയാൻ മാത്രമില്ല. ഒരു കാര്യം കൂടി ചേഞ്ചായി പറയാനുള്ളത് ഈ ഒരു ക്യാമറയാണ്. അത് ഇവിടെ കണ്ണാടിയുടെ താഴെ ഒരു ക്യാമറ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. കണക്റ്റഡ് ടെയിൽ ലാമ്പ്, ഇതും പുതിയ കാര്യമായിട്ട് കാണാം. ശരിക്കും പുതിയൊരു ട്രെൻഡാണ് ഈ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ്. ഇതിനകത്തുള്ള ഡിസൈൻ എലമെൻറ്റുകളൊക്കെ തീർത്തും ഭംഗിയുണ്ട്. കൂടാതെ ഈ ഒരു ഷേപ്പും കൊള്ളാം. നമ്മൾ സെൽറ്റോസിൽ കണ്ടു. സെൽറ്റോസ് കണ്ട ലൈറ്റിൻ്റെ ഒരു കുട്ടി രൂപം എന്നൊക്കെ പറയാം. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു B പില്ലർ കഴിഞ്ഞുള്ള C പില്ലറുള്ള ഈ ഒരു ഭാഗമാണ്. ബ്ലാക്ക് ഇൻസെറ്റുകളാണ്. ശരിക്കും രസമുണ്ട് കാണാനായിട്ട്. താഴെ സ്കിഡ് പ്ലേറ്റിനും വ്യത്യാസങ്ങളുണ്ട്. വേരിയൻറ്റുകൾ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ സ്കിഡ് പ്ലേറ്റ് എക്സ്ലൈൻ്റെ ഈ ഒരു മോഡലാണ്. മാത്രമല്ല ഇതാണ് റിവേഴ്സ് ലൈറ്റ് എന്നുള്ളതാണ്. ഇതും ഒരു പുതുമയാണ്. സിംഗിൾ റിവേഴ്സ് ലൈറ്റ് സെൻട്രലാണ്. നമ്മൾ പല കാറുകളിലും കണ്ടിട്ട് 2 ലൈറ്റ് കാണും, പക്ഷേ കത്തുമ്പോൾ ഒന്നേ കത്തുള്ളൂ. പക്ഷേ ഇത് സെൻട്രൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ബ്രില്യൻ്റ് ആണെന്ന് പറയാം. എക്സ്ലൈൻ ബാഡ്ജിങ്ങും കൂടാതെ സോണറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. കണക്റ്റഡ് ആണത് ആ ഒരു ബാഡ്ജിങ്ങും. അപ്പോൾ കണക്റ്റഡ് ടെയിൽ ലാമ്പും കണക്റ്റഡ് ബാഡ്ജും ഒരു കൗതുകമായിട്ട് പറയാം. താഴെയും ആ ഒരു പാർക്കിംഗ് സെൻസർ കാണാം. ബമ്പറിൽ ശരിക്കും എലമെൻറ്റുകളുടെ ബാഹുല്യമുണ്ട്. പിന്നെ SUVകളുടെ സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവമായിട്ടുള്ള ആ ഒരു ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്ലാസ്റ്റിക് ക്ലാഡിങ് ഈ ഒരു വണ്ടിക്കും കാണാനുള്ളതാണ്. എനിക്ക് തീർത്തും മാറ്റ് ബ്ലാക്ക് ഫിനിഷ് അത്ര വലിയ ഒരു ഇഷ്ടമുള്ള കളർ തീമല്ല പേഴ്സണലി. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അത് ഇത്തിരി കൗതുകം തോന്നിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു സ്പോയിലറും പുതിയതാണ്. ഈ ഒരു സ്പോയിലറും ഇപ്പോൾ ആ ഒരു സോണറ്റിൻ്റെ കൂടെ വരുന്നതാണ്. കുറേ കാര്യങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത സ്ഥിതിക്ക് ആ ഒരു 6 എയർ ബാഗുകളുടെ ഒരു കാര്യം കൂടി പറയണ്ടേ. അതായത് സോണറ്റിന് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളതാണ്. ബേസ് വേരിയൻറ്റ് മുതൽ അങ്ങോട്ട് ടോപ്പ് എൻഡ് വരെ 6 എയർ ബാഗുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്കൊരു നീല ഓപ്പണിംഗ് കാണാം. ഇത് DEF അഥവാ ആഡ് ബ്ലൂവിൻ്റെ ആ ഒരു ഓപ്പണിംഗ് കാണാം. അതായത് നമുക്കിവിടെ ആഡ് ബ്ലൂ കൂടി ഫിൽ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് കാലം മുന്നേ വരെ ആ ഒരു 1.5 നമ്മൾ ആഡ് ബ്ലൂ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ BS6 ഫേസ് 2ൻ്റെ കാര്യമായിട്ട് പൊല്യൂഷൻ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ കിയയ്ക്ക് ഈ ഒരു എഞ്ചിന് കൂടി ആ ഒരു സംഗതി കൊടുക്കേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇനി സോണറ്റ് വന്ന ആൾക്കാർ ആ ഒരു DEFൻ്റെ കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് ഫോർവേഡ് കൊളിഷൻ വാണിംഗ് ഉണ്ട്. അതുപോലെ എന്താ പറയുക, ഓട്ടോ ബ്രേക്ക് പോലുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടി നിർത്തി ഈ വണ്ടി വന്ന് പിന്നിൽ നിൽക്കുകയാണ്. പിന്നീട് ആ വണ്ടി പോയി കഴിഞ്ഞാൽ അതിന് കൂടെ പോകാൻ പറ്റില്ല, കാരണം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇല്ല. പകരം ഒരു വാണിംഗ് പോപ്പ് ചെയ്യും, നിങ്ങളും പൊക്കോളൂ കേട്ടോ, ആ വണ്ടി പോയി എന്ന് പറഞ്ഞിട്ട്. അതൊരു നല്ല കാര്യമായിട്ട് കാണാം. ശരിക്കും എനിക്ക് ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇല്ലാത്തൊരു വണ്ടി കൂടിയാണ് സോണറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോൺസ് നോക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ദോഷങ്ങളും തപ്പി നടക്കുമ്പോൾ അധികം ആ ഒരു ദോഷങ്ങളും കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് സോണറ്റിൻ്റെ ഒരു വലിയ ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല 4 വീലുകളുടെ ഡിസ്ക് ബ്രേക്ക് ഉണ്ടെന്നത് വലിയൊരു മാറ്റമാണ്. അപ്പോൾ ശരിക്കും കിയ സോണറ്റിൽ അങ്ങനെ വലിച്ച് വാരി പറയാൻ തക്ക വണ്ണമുള്ള മാറ്റങ്ങളെക്കാൾ ഉപരി സട്ടിലായിട്ടുള്ള ആ ഒരു പവർ ട്രെയിനിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ആ DEF അല്ലെങ്കിൽ ആഡ് ബ്ലൂ വന്ന കാരണം വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അതുകൂടാതെ ചേഞ്ചസ് എന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അകത്തെ ആ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ, AC പാനൽ മാറിയ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ. എന്നാലും വൈവിധ്യമാർന്നൊരു വണ്ടി എന്ന നിലയ്ക്കാണ് സോണറ്റിനെ കാണുന്നത്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഒരു മികവ് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പലവിധமான വേരിയൻറ്റുകളിൽ പലവിധமான വിലയ്ക്ക് ഈ വണ്ടി മേടിക്കാനുള്ള കാര്യമുണ്ട്. മാത്രമല്ല ഓടിച്ചുകൊണ്ട് നടക്കാൻ ഈസി ആണെന്ന കാര്യമുണ്ട്, ഫ്യൂൽ എഫിഷ്യൻ്റ് ആണെന്ന കാര്യമുണ്ട്, ടോർക്കി നാച്ചുറൽ ആൻഡ് ഡീസൽ എഞ്ചിൻ്റെ കാര്യമുണ്ട്, ടോർക്ക് കൺവേർട്ടറിൻ്റെ ആ ഒരു ഈസി ടു യൂസ് എന്ന കാര്യമുണ്ട്. ശരിക്കും ഒരു ഫീൽ ഗുഡ് കാറാണ് കിയ സോണറ്റ്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് കാറ്
ആയിട്ടുള്ള കിയ സോണറ്റ് ഒരു ഇത്തിരി കൂടി ഹൈടെക് ആയി എന്ന് പറഞ്ഞുകൊണ്ടുകൂടി ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാണ്. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ പറയട്ടെ, ക്രൂയിസ് കൺട്രോൾ ഇട്ടേക്കാണ്. ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ലൈൻ ചേഞ്ച് അസിസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ലൈൻ കീപ്പ് അസിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. സ്റ്റിൽ നോട്ട് റെക്കമെൻഡഡ്. നമ്മൾ സ്റ്റിയറിംഗ് കൈ പിടിച്ചതന്നെ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത്, വണ്ടിയും പറയുന്നുണ്ടല്ലോ പിടിച്ചോ കൈ എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഓടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്.